നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുറി സെക്കൻഡ് ഫ്ലോർ. IC എവിടെയാണോ? അതിനടുത്ത. വിഷ്ണുപ്രിയ എന്ന കുട്ടിയെ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? വരൂ സാർ, ഞാൻ കാണിച്ചു തരാം. പ്ലീസ് കം. അല്ല, ഞാൻ ബ്ലഡ് കൊടുത്ത കുട്ടിക്ക് എന്ത് സർജറിയാ? ബ്രെയിനിനാ പ്രശ്നം. അയ്യോ, സർജറിക്ക് 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ആണോ? അവർക്കാണെങ്കിൽ അതിനുള്ള കഴിവുമില്ല. എങ്കിൽ ഞാൻ ഗൗതമിനെ വിളിക്കാം. എങ്കിൽ നന്നായിരിക്കും മാഡം. സർജറി നടത്താൻ വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാം. പാറു, പിന്നെ വിളിക്കാം. അവൻ ഫോൺ കട്ട് ചെയ്തു. സാരമില്ല, തിരിച്ചു വിളിച്ചോളും. ആ കുട്ടിക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ശരി മാഡം. ആ കുട്ടിയുടെ ആളുകളെ ഒന്ന് കാണാൻ പറ്റുമോ? വരൂ മാഡം. വേണ്ട, ഞാൻ നടന്നോളാം. ദാ നിൽക്കുന്നതാണ് വിഷ്ണുപ്രിയയുടെ ബൈസ്റ്റാൻഡേഴ്സ്. ഓക്കെ, ശരി. പണം മുഴുവൻ കെട്ടാതെ സർജറി നടത്താൻ മാനേജർ ഒട്ടും സമ്മതിക്കുന്നില്ല. വരൂ മാഡം. ഗൗതം ഇവിടെ എത്തിയല്ലോ. മോനെ ഗൗതം. പാറു മോനെ, ഞാൻ നിന്നെ വിളിച്ചപ്പോ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അത് ഞാനിവിടെ ഒരു സർജറിക്ക് ക്യാഷ് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാനും അതുപോലത്തെ കാര്യത്തിന് വിളിച്ചത്. ചേച്ചി വിഷമിക്കാതെ, ശരിയാവും. മോനെ, നിധി. എനിക്കറിയാം പാറു. നിധി ആ കുട്ടിയുടെ സർജറിക്ക് വേണ്ടി പണം കളക്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതെയോ? ഗൗതം സാറോ ആന്റി? ചേച്ചി ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. സർ, ആന്റി, നിങ്ങളെ കണ്ടത് നന്നായി. ഇവിടെ എന്റെ ഒരു സ്റ്റുഡന്റിന്റെ സർജറിക്ക് വേണ്ടി ഫണ്ട് റൈസിംഗ് നടന്നുകൊണ്ടിരിക്കുക. വിരോധമില്ലെങ്കിൽ ഒരു ചെറിയ സംഭാവന തന്ന് സഹായിക്കണം. തന്റെ വീഡിയോ കണ്ടിട്ടാണോ ഞാൻ വന്നത്? ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നതാ. ഒരു ചെറിയ കുട്ടിക്കാണെന്ന് അറിഞ്ഞപ്പോ വിവരം അറിയാൻ വേണ്ടി നോക്കിയതാ. അപ്പോഴാ നിന്നെ കണ്ടത്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ആന്റി. ഞാൻ അക്കൗണ്ട് നമ്പർ തരാം. പറ്റുന്നത്ര സഹായം ചെയ്യണം. സർജറിക്ക് എത്ര രൂപയാണ് വേണ്ടത്? 5 ലക്ഷം. ഇതുവരെ 1.25 ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട് സർ. 3.25 ലക്ഷം കൂടി എത്തിയാലേ സർജറി നടക്കൂ. മാനേജർ വലിയ പിടിവാശിക്കാരനാ. ഡോണ്ട് വറി, 5 ലക്ഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. അക്കൗണ്ടിലേക്ക് വരുന്ന തുക ആ കുട്ടിയുടെ ഫാമിലി എടുത്തോട്ടെ. തീരെ പാവപ്പെട്ടവരാണെന്നല്ലേ ആ വീഡിയോയിൽ പറഞ്ഞത്. അശ്ശോ, എന്താ മോളെ ഇത്? ദൈവത്തെ അല്ലാതെ ആരെയും കൈകൂപ്പരുത്. ഈ കലിയുഗത്തിൽ ദൈവം ആരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിക്കില്ല. പകരം കരഞ്ഞു വിളിക്കുന്നവരെ സഹായിക്കാൻ നല്ല മനുഷ്യരെ ചുമതലപ്പെടുത്തും. ആ നല്ല മനുഷ്യർക്ക് നേരെ കൈകൂപ്പുന്നതിൽ ഒരു തെറ്റുമില്ല. താൻ പോയി സർജറിക്ക് റെഡിയാവും ഡോക്ടറോട് പറ. ഞാൻ ക്യാഷ് അടയ്ക്കാം. ശരി. ഓ പാറു, ഇരിക്കെ, ഞാനിപ്പോ വരാം. ശരി മോനെ. എന്റെ ഭഗവാനെ കൃഷ്ണ. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. ചേച്ചി, ഒന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. നല്ല മനസ്സുള്ള കുട്ടിയാ നിധി. ആദ്യം കണ്ടപ്പോ ഒരു കുട്ടിക്കുറുമ്പിന്ന് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷേ ഓരോ കാഴ്ചകളിലും അവളെന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നെയും. ഈ നന്മകളൊക്കെ ശിവാനിക്കും കാണാതിരിക്കില്ല അല്ലേടാ? അതെനിക്ക് തോന്നുന്നില്ല പാറു.
വിഷ്ണുപ്രിയയുടെ ഓപ്പറേഷൻ നടന്നത് മിസ് കാരണോ? അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചേച്ചി, നന്ദി പറയേണ്ടത് എന്നോടല്ല, ദാ അവരോടാ. സർജറിക്കുള്ള മുഴുവൻ കാശും കെട്ടിവെച്ചത് അവരാ. അക്കൗണ്ടിൽ വരുന്ന തുക മോളുടെ അച്ഛന്റെ ചികിത്സയ്ക്കും പിന്നെ വിഷ്ണുപ്രിയയുടെ പഠിത്തത്തിനും ഒക്കെ ഉപയോഗിക്കാം. എന്റെ മോളുടെ ജീവൻ രക്ഷിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അയ്യോ, അരുതരുത്. മോളുടെ ജീവൻ രക്ഷിച്ചത് ഞങ്ങളല്ല, ദേ നിധിയാ. അതെ, നിധിയുടെ വീഡിയോ ടി വിയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ വന്നത്. നിധി മിസ്സിനെ ഞങ്ങൾക്ക് മുന്നേ അറിയാം. ഒന്ന് വിളിച്ചപ്പോ സഹായിക്കാൻ ഓടിയെത്തി. ഒരു 10 രൂപ പോലും എടുക്കാനില്ലാതെ നിൽക്കുമ്പോ കയ്യിലുണ്ടായിരുന്ന മോതിരം വരെ എനിക്ക് ഊരി തന്നു. മോതിരോ? എന്നിട്ട് അതെവിടെ? എന്റെ കയ്യിലുണ്ട്, ഇങ്ങ് തരൂ. ചേച്ചി, ഇതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നത്? അത് ഞാൻ ചേച്ചിക്ക് തന്നതല്ലേ. അത് സാരമില്ല. മുമ്പ് ഒരു വാച്ച് പണയം വാങ്ങിയതുപോലെ 5 ലക്ഷത്തിന് പകരം ഞാൻ മോതിരം പണയമായി സ്വീകരിച്ചോളാം. ഒന്നും മിണ്ടാതിരിക്കടാ, അവന്റെ ഒരു കോമഡി. ഇത് മോളുടെ വിരലിൽ തന്നെ കിടക്കുന്നതാ ഭംഗി. വേണ്ടായിരുന്നു. വിഷ്ണുപ്രിയയ്ക്ക് വേണ്ടി ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ ഇത്രയും ചെയ്തത് നീ അല്ലാതെ വേറെ ആരാ? ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഈ പുണ്യപ്രവൃത്തിയുടെ മുഴുവൻ ക്രെഡിറ്റും മോൾക്ക് തന്നെയാ. മോതിരേട്ട്. എന്താ ഗോപിയേട്ടാ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോന്നേയുള്ളൂ. നീ ഇവിടെ നിൽക്ക്. ആ ഇല്ല ഗോപിയേട്ടാ. ഇത് ഭയങ്കര ടൈറ്റാ. ഇത്രയും പ്രായമായിട്ട് ഒരു മോതിരം ഇടാൻ പോലും അറിയില്ലേ? മോതിരം ഇടാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇത് വിരലില് ഭയങ്കര ടൈറ്റാ. ഓ പിന്നെ, എനിക്ക് ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞിട്ട് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ.